ഡോക്ടറെ, ഈ രാത്രി കുട്ടികൾ മൂത്രമൊഴിക്കുമല്ലോ, ഉറക്കത്തിൽ അറിയാതെ മൂത്രമൊഴിക്കണ. ആ, അങ്ങനെയുള്ള കുട്ടികൾക്ക് മെഡിസിൻ എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കുട്ടിക്ക് ഈ വെള്ളം രാത്രി കുടിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ പറയാം. അതൊക്കെ എന്താ അതിന്റെ മാനേജ്മെന്റ്? അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളുണ്ട്. അത് ഒന്ന് പറയുന്നത്, അവര് കുട്ടികൾ നമ്മൾ മൂത്രം കൂടുതൽ സമയം പിടിച്ചു നിർത്താൻ ശ്രമിക്കുക, അതായത് പകൽ സമയത്തൊക്കെ. അപ്പോൾ അവർ ബ്ലാഡറിന്റെ കപ്പാസിറ്റി കൂടാൻ അതൊരു എക്സസൈസ് ആവും. അതുപോലെ തന്നെ അവർ ഉറങ്ങുന്നതിൻ്റെ മുന്നേ അവർ മലമൂത്ര വിസർജനം നടത്തിയെന്ന് പാരൻസ് എന്തായാലും ഉറപ്പ് വരുത്തുക. മൂത്രമൊഴിച്ചിട്ടില്ലെങ്കിൽ മൂത്രമൊഴിപ്പിക്കുക, ടോയ്ലറ്റ് പോകാണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ ഉറക്കുക. പിന്നെ ഉറങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് കുറച്ച് ഒന്ന് പാമ്പേഡ് ചെയ്തിട്ട്, അവർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ ഒരു ടെൻഷൻ പോലെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ജോയ്ഫുൾ മൂഡിലാക്കിയിട്ട് അവരെ ഉറക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ വൈകുന്നേര സമയം ആവുമ്പോഴേക്കും നമ്മൾ അവരെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി, കുടിക്കുന്ന അളവ് നമ്മൾ കുറച്ച്, എല്ലാവരിലും അത് പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ദാഹം അധികമുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വെള്ളം കൊടുക്കാം. ഇനി അല്ലാതെ അങ്ങനെ അധികം വെള്ളമൊന്നും വേണ്ട, ദാഹം അധികം ഇല്ലാത്ത കുട്ടികളിൽ നമ്മൾ ഓവറായിട്ട് വെള്ളം കൊടുപ്പിക്കാതിരിക്കുക. അങ്ങനെ ഒരു ശീലമാക്കി കൊണ്ടുവരിക. ഇത് നമ്മൾ ബാക്കി പകൽ സമയങ്ങളിൽ അവരിലെ ഹൈഡ്രേഷന് നമ്മൾ കറക്റ്റ് ആക്കണം. കൂടുതൽ വെള്ളം കുടിപ്പിച്ചിട്ട് അവരുടെ ബോഡിക്ക് വേണ്ട വെള്ളം ശരീരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തും വേണം. അപ്പോഴും ഈ പറഞ്ഞ പോലെ യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയും, അങ്ങനെ ഇതുണ്ടാവാതിരിക്കും. പിന്നെ ഒന്നുള്ള അവരെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉള്ള ഹൈജീന്, അതായത് അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ യൂറിൻ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ചിലപ്പം കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ പകലൊന്നും പറ്റിക്കൊള്ളുന്ന എന്നില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ അവരെ യൂറിന് ഇങ്ങനെ ഇടയ്ക്ക് ഡ്രോപ്പായിട്ട് വരികയൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് സ്മെല്ല് വരാനും അല്ലെങ്കിൽ അവരെ ഡ്രസ്സിലൊക്കെ ആയി അങ്ങനെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മളവിടെ പ്രൈവറ്റ് പാർട്സൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ രാത്രി വൈകി ഉറക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് മാനേജ് ചെയ്യാം. രാത്രി അവർക്ക് ഓവറായിട്ട് മധുരമോ അല്ലെങ്കിൽ സ്റ്റിമുലൻ്റ് ചോക്ലേറ്റ് ഒക്കെ പോലെയുള്ള കഫെയിനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ബെഡ് വെയിറ്റിംഗ് അല്ലെങ്കിൽ നോക്ടേണൽ അന്യൂറിസം എന്നൊക്കെ പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കുട്ടികളിൽ മാറ്റം വരാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ.